നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പുണ്യ റബീഉൽ അവ്വലിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തൊരു സൂറത്തുണ്ട്. മുത്ത് റസൂലിൻ്റെ മദ്ഹാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെയും മുത്ത് ഹബീബിൻ്റെയും മദ്ഹകൾ കൊണ്ട് സമ്പന്നമായ അത്ഭുത സൂറത്ത്. ഈ സൂറത്ത് നിങ്ങൾ ഇന്ന് ഓതിയാലേ പടച്ചോ നിങ്ങളോട് വർത്താനം പറയും. ആര് വർത്താനം പറയും? പടച്ചോ വർത്താനം പറയും. തമാശ പറയല്ല. ഈ സൂറത്ത് ഞാനീ പറയുന്നത് പോലെ നിങ്ങൾ ഓതിയാൽ പടച്ചോ നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അല്ല നീക്കിത്തരും. സാമ്പത്തിക പ്രയാസമാകട്ടെ, പൈശാചികതയാകട്ടെ, എല്ലാം അല്ല തകർത്ത് കളയും. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അടിപൊളി ലൈഫ് ആസ്വദിക്കാൻ പറ്റും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ല? എല്ലാവരും ഹാപ്പി ആയിരിക്കണം. നിരന്തരം പല ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ, നമ്മുടെ പാലക്കാട് ഭാഗത്താണ്, ഒരു പ്രോഗ്രാമിന് പോയതാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഒരു സഹോദരൻ ഓടി വരികയാണ്. ഉസ്താദേ, കാണണമെന്ന് കൊതിച്ചിരുന്നതാണ്. അങ്ങനെ എത്രയോ മനുഷ്യന്മാരാണല്ലോ ഈ ഒരു ബന്ധം അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതായത് പ്രസവാനന്തരം വലിയ ഡിപ്രഷനിലേക്ക് പോവുകയും വലിയ ബുദ്ധിമുട്ടായ വലിയ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എത്രയോ സൈക്കോളജിസ്റ്റുകളെ, സൈക്യാട്രിസ്റ്റുകളുടെ അടുക്കൽ പോയി മരുന്ന് വാങ്ങി കഴിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടാകാതിരുന്ന സമയത്താണ് ഉസ്താദെ വല്ലാഹി പറഞ്ഞാൽ ഞങ്ങൾ സ്വബാഹുൽ ഖൈർ കാണാൻ തുടങ്ങിയത്. സ്വബാഹുൽ ഖൈറിലൂടെ അള്ളാഹുവിനെ അറിയുന്ന ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടറും വേണ്ടി വന്നില്ല, ഒരു മരുന്നും വേണ്ടി വന്നില്ല. എൻ്റെ ഭാര്യയുടെ ഡിപ്രഷനൊക്കെ മാറി. അവർ ഹംദ് പറയാൻ തുടങ്ങി. അവൾ ഹംദ് പറയാൻ തുടങ്ങി, ഹംദ് എഴുതി വെക്കാൻ തുടങ്ങി. ഹംദായി അവളുടെ ജീവിതം തന്നെ ഹംദിലായി മാറി. ഇന്ന് എന്നെക്കാൾ ഈമാൻ ഉസ്താദെ അവൾക്കാണ്. ഇതിന് ഞാൻ എന്താണ് ഉസ്താദിന് ചെയ്തു തരേണ്ടത്? ഉസ്താദ് പറയുന്നത് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞ ഒരു സഹോദരൻ. ഞാനപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ സ്വബാഹുൽ ഖൈർ ടീമിൻ്റെ കീഴിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്വർണ്ണാഭരണം. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പറയണം, ഉസ്താദെ 5 പവൻ്റെ സ്വർണ്ണാഭരണം ഞാൻ കൊടുത്തോളാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തരണ്ട, നേരിട്ട് ഞാൻ ആ കുട്ടിയെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി തരാം. ആ കുട്ടിയുടെ കുടുംബക്കാരെ നിങ്ങൾ നേരിട്ട് എന്ന് കൊടുത്തോളൂ. ആ ഒരു കാരണം അത്ര വലിയ ഒരു തുക ഒരു മടിയില്ലാതെ ഈ കാലഘട്ടത്തിലും ഈമാനോടെ തഖ്വയോടെ നൽകാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇത് രഹസ്യമായിരിക്കണം, നിങ്ങൾ നേരിട്ടുണ്ടേ കുറച്ചാൽ മതി. ആരാന്ന് ഞാൻ പേര് പറയുന്നില്ലല്ലോ, അപ്പോൾ അവർക്കും പ്രയാസമില്ല. നേരിട്ട് അവർക്ക് ചെന്ന് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും പോകണം. ഞാനിപ്പോൾ നമ്മുടെ റസാ വ്ളോഗ്സ് ടീമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ പോയി ആ ഒരു ഹദിയ ആ കുട്ടിക്ക് സമ്മാനിക്കണം. അൽഹംദുലില്ലാഹ്. ഈ ഒരു ബന്ധത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് അതല്ലേ ഇല്ലേ? അങ്ങനെ കുറേ മനുഷ്യന്മാരുടെ ദുആ, പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുആ, അല്ലാഹ് ഈ ഹംദിലൂടെ അങ്ങനെ എത്ര ജീവിതമാണ് മാറിയിട്ടുള്ളത്. അള്ളാഹു അങ്ങനെ ജീവിതം കളർഫുള്ളാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് എത്ര വലിയ ഡിപ്രഷനിലാണെങ്കിലും നിങ്ങൾ ഉയർത്തിയെടുക്കുന്ന അതിവിശിഷ്ടമായൊരു സൂറത്ത് പഠിപ്പിച്ചു തരട്ടെ. ഈ സൂറത്ത്, ഇതിൻ്റെ അകത്ത് മുത്ത് റസൂലിൻ്റെ മൗലിദ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതേത് സൂറത്താണ് ഉസ്താദെ? പറഞ്ഞുതരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൂറത്തല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുക ഏതാ അലം നശ്റഹോ അല്ലെങ്കിൽ ഇന്നാഅതൈനാക്കൽ കൗസർ, അതൊന്നുമല്ല. 114 ഖുർആനിക അധ്യായങ്ങളിൽ ഏറ്റവും വേറിട്ടൊരു സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ റസൂലുള്ളാഹിൻ്റെ മൗലിദോ? പിന്നെ പരിശുദ്ധ ഖുർആനിലെ 6666 അല്ലെങ്കിൽ 6000-ൽ പരം ആയത്തുകളുള്ളത് മുഴുവൻ റസൂലുള്ളാഹിൻ്റെ മൗലിദാണ്. ഉസ്താദ് ഇപ്പോൾ കുൽഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അതിലിപ്പോൾ എങ്ങനെ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് വരിക? അതതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ സൂഫിയാക്കളിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തും റസൂലുള്ളാഹി ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലായിടത്തും റസൂലുള്ളാഹിയുടെ മദ്ഹുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് ഒരടിമയേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും ഇല്ലേ? അള്ളാഹ് റസൂലുള്ളാഹിനെ വിശദീകരിക്കുന്നത് കണ്ടാലേ ഖുർആനിലിങ്ങനെ നമ്മൾ മൊത്തത്തിൽ കൽബിയായൊരു വായന നടത്തിയാൽ പടച്ചോനാകും ഒരു പടപ്പുള്ളൂ എന്ന് തോന്നും. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഇഷ്ടമാണ്. ബാക്കിയുള്ള പടപ്പുകൾ മുഴുവൻ ആ റസൂലുള്ളാഹി എന്ന സൃഷ്ടിയുടെ ഫറഅകളാണ്, വേരുകളാണ്, സുബ്ഹാനല്ലാഹ്, ചില്ലകളാണ്.
അപ്പോൾ ഏതായാലും നമുക്ക് ആ മുത്തഹബീബിലൂടെ അള്ളാഹുവിലേക്ക് എത്തണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓരോ ആയത്തിൻ്റെയും വ്യാപ്തി സുബ്ഹാനല്ലാഹ്, അത് അത്രമേൽ വലിയ വിശദീകരണമാണ്. ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അല്ലേ. ഓരോ ആയത്തും ഓരോ മലകൾക്ക് സമാനമാണ്, അല്ല അതിലപ്പുറമാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ബോധ്യത്തിൽ ഒതുക്കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനോ ഒരു ടെൻഷനോ ഒന്നും നിങ്ങളെ ബാധിക്കില്ല. ഖുർആൻ നമ്മൾ പറയുന്നത്, സൂറത്തുൽ ഫാത്തിഹയെ പറയുന്നത് ഉമ്മുൽ ഖുർആൻ എന്നാണ്, ഖുർആനിൻ്റെ ഉമ്മ എന്നാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ഖുർആൻ മുഴുവൻ എവിടെ അടങ്ങിയിട്ടുണ്ട്? ഫാത്തിഹയിലുണ്ട്. ആയിഷാ ബി പറയുന്നുണ്ട് ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആനാണ്. ആ റസൂലുള്ള എവിടെ ഉണ്ട്? സുബ്ഹാനല്ലാഹ്, ഫാത്തിഹയിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീൽ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ മാ ഫഅലല്ലാഹു ബിക്, എന്താ അല്ലാഹ് നിങ്ങൾക്ക് തന്നതെന്ന് ചോദിക്കുമ്പോൾ വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ പടച്ചോൻ എനിക്ക് തന്നു. ഞാനപ്പോൾ അതിൻ്റെ കാരണം മലക്കുകളോട് ചോദിച്ചപ്പോൾ മലക്കുകൾ പറയാൻ, നിങ്ങളൊരു നാട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തില്ലേ, അത് കാരണം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നതാണിതൊക്കെ. സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ ദുനിയാവും ആഖിറവും കിട്ടാൻ, ദുനിയാവിലെയും ആഖിറത്തിലെയും വിഷമങ്ങൾ നീങ്ങാൻ, മുത്ത് റസൂലിൻ്റെ തിരുനോട്ടം കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ. ആ സൂറത്തുൽ ഫാത്തിഹ ഇത് മദ്ഹൻ നബിയാണെന്നുള്ള ബോധ്യത്തിൽ ഇല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് ആർക്ക് മാത്രമുള്ളതാ? അള്ളാഹ്ക്ക് മാത്രമുള്ളതാ. ആ അള്ളാഹ് മുത്തനബിക്ക് പേര് വെച്ചത് എങ്ങനെയാ? മുഹമ്മദ് എന്നാണ്. സ്തുത്യർഹൻ, സ്തുതിക്കപ്പെടുന്ന ആളെന്നാണ് അള്ളാഹ് പേര് വെച്ചത്. എന്നാൽ സ്തുതിക്കർഹൻ ആര് മാത്രമാണെന്നാണ്? അള്ളാഹ് മാത്രമാണെന്നാണ്. അപ്പോൾ ആ അള്ളാഹ് പേര് വെക്കാൻ സ്തുത്യർഹൻ ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കുള്ള സ്തുതിയാകണമെങ്കിൽ മുഹമ്മദ് മുസ്തഫയിലൂടെ തന്നെ സഞ്ചരിക്കണം. മുത്തനബിയെ പ്രണയിക്കുന്നവർക്കല്ലാതെ വേണ്ടവണ്ണം അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയില്ല. റബ്ബിൽ ആലമീനെ തിരിച്ചറിയണമെങ്കിൽ ഖുർആനിൽ അതേപോലെ മറ്റൊരു പ്രയോഗമുണ്ട്, റഹ്മത്തിൽ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായ മുഹമ്മദുർ റസൂലുള്ളാഹിയെ തിരിച്ചറിഞ്ഞാലേ റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അർ റഹ്മാനിർ റഹീം, റഊഫുർ റഹീമാണ് നബിതങ്ങളെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ റഹീമിലൂടെയേ റഹ്മാനായ റഹീമായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലായിടത്തും റസൂലുള്ളാഹി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ബോധ്യത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഒരു ഹദീസ് കാണാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ആയത്ത് ഞാൻ ഈ പറഞ്ഞ ബോധ്യത്തിൽ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏതവസ്ഥയിലാണ് നിങ്ങളുള്ളത്, എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും, അപകടം തന്നാലും മക്കളെ തന്നാലും അബോഷം തന്നാലും ഒക്കെ അതെൻ്റെ ഗുണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ ഉടനെ അള്ളാഹിൻ്റെ മറുപടി എന്താണ്? ഹമിദനി റബ്ബി, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹ് പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. പടച്ചോൻ നമ്മളോട് വർത്താനം പറയണം. അപ്പം നമ്മളും പടച്ചോനോട് വർത്താനം പറയണമെന്നുള്ള ബോധ്യത്തിൽ തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം അല്ലേ. അർ റഹ്മാനിർ റഹീം. അപ്പം അള്ളാഹ് പറയും എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എൻ്റെ മഹത്വം പറഞ്ഞിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ. കണ്ടോ, മാലികി യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ അടക്കം ഉടമയായ അള്ളാഹ്. അപ്പം അള്ളാഹ് പറയും എൻ്റെ അടിമ അവൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്നിലേക്ക് ബരമേൽപ്പിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, എല്ലാ സഹായവും നിന്നിൽ നിന്നാണ്. ഇല്ലേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇല്ലേ, എനിക്കൊരു ചായ വെള്ളം എടുത്തു തരാൻ പോലും ഉമ്മാക്ക് കഴിവില്ല. ആ ഉമ്മയിലൂടെ എനിക്ക് തരുന്നത് എൻ്റെ റബ്ബാണ്. ഇല്ലേ, അങ്ങനെ തന്നെയാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹ് പറയാണ് ഇത് എനിക്കും എൻ്റെ അടിമക്കിടയിലുമുള്ളതാണ്. എൻ്റെ ദാസൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുത്തിരിക്കും. സുബ്ഹാനല്ലാഹ്. ഉടനെ നമ്മൾ ചോദിക്കണേ എന്താ നമ്മൾ ചോദിക്കണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റസൂലുള്ളാഹിൻ്റെ വഴിയാണ് ചോദിക്കണേ. അപ്പോൾ അള്ളാഹ് എന്താ പറയുന്നത്? ഇതെൻ്റെ ദാസനുള്ളതാണ്, എൻ്റെ ദാസൻ ചോദിച്ചത് ഞാൻ അവന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അള്ളാഹ് കൃത്യമായിട്ട് മറുപടി പറയുന്ന, നമ്മളോട് വർത്താനം പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ അത്ഭുതങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഖുർആനിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഖുർആൻ മുഴുവൻ എവിടെയുണ്ട്? ഫാത്തിഹയിലുണ്ട്. 2, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്ത് പിശാചുക്കളൊക്കെ വിരണ്ടോടിയെന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിങ്ങനെ പതിവാക്കിയാൽ പിശാചുക്കളൊക്കെ വിരണ്ടോടും. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 3, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ ഫാത്തിഹയാണ്. ലോകതലത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ യാസീൻ അല്ല, സൂറത്തുൽ ഫാത്തിഹയാണ് ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്നത്. ഇനി 4, ഖുർആനില്ലാത്ത മറ്റു 3 വേദങ്ങൾ ഇല്ലേ, ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്,
തൗറാത്ത് ഉണ്ട്, ഖുർആനുണ്ട്. ഈ 4 വേദങ്ങളിലും ഫാത്തിഹ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഫാത്തിഹ ഉള്ളതുപോലെ മറ്റു വേദങ്ങളിലും ഫാത്തിഹയ്ക്ക് സമാനമായ സൂറത്തുണ്ടായിരുന്നു. ഇനി 5ാമത്തെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് 2 തവണയാണ് ഫാത്തിഹ ഇറങ്ങിയിട്ടുള്ളത്. ഒറ്റ തവണയല്ല, 2 തവണ ഇറങ്ങിയിട്ടുണ്ട്. 6ാമത്തേത് വെള്ളിയാഴ്ചയാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത്. അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ മഹത്വത്തിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങി എന്നുള്ളത്. 7ാമത്തേത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് സൂറത്തുൽ ഫാത്തിഹ ഇറക്കിയത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം എത്രയാണ്? അത്രയും മലക്കുകൾ അകമ്പടി സേവിക്കണമെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയായിരിക്കും? 8ാമത്തേത് 1000 പ്രത്യക്ഷത്തിലുള്ള മുറാദുകളും 1000 പരോക്ഷമായ മുറാദുകളും ആവശ്യങ്ങളും അല്ലാഹ് പൂർത്തീകരിച്ചില്ല. അപ്പോൾ ഓതണ്ട പോലെ നമ്മൾ ഓതിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള 1000 മുറാദും പുറത്ത് പ്രകടമായ 1000 മുറാദും ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും. 9ാമത്തേത് ഒരെണ്ണം ഓതിയാൽ ഖുർആൻ ഖത്മ് തീർത്ത പ്രതിഫലം അവനുണ്ട് എന്നുള്ളതാണ്. 10ാമത്തേത് 7 ആയത്തുകളാണ്. 7 നരകത്തിലെ കവാടങ്ങൾ, ഓരോ ആയത്തും ഓരോ കവാടങ്ങൾ ഇങ്ങനെ അടയ്ക്കും. അതെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ ദുനിയാവിലെ നരകം അടഞ്ഞു. കാരണം എന്താ? എൻ്റെ റബ്ബ് എനിക്ക് തന്നതിലൊക്കെ തൃപ്തിപ്പെടുന്നൊരു മനുഷ്യന് പിന്നെ സങ്കടമുണ്ടോ? സങ്കടം ഇല്ലാത്തതല്ലേ ഏറ്റവും വലിയ സ്വർഗം. സങ്കടമുണ്ട്, ടെൻഷനാണ് ഏറ്റവും വലിയ നരകം ദുനിയാവിൽ. ആ ടെൻഷൻ അങ്ങ് മാറിയാൽ തന്നെ അവന് ദുനിയാവിൽ തന്നെ സ്വർഗം കിട്ടിയില്ലേ? മനസ്സിലായോ? പിന്നെ 11ാമത്തേത് സ്വർഗത്തിലെ 8 കവാടങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. 12ാമത്തേത് ഷിഫ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് സൂറത്തുൽ ഫാത്തിഹ. 13ാമത്തേത് വിഷം തീണ്ടിയാൽ ഫാത്തിഹ മരുന്നാണ്. നമ്മൾ മുമ്പ് ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. കുറച്ച് സ്വഹാബത്ത് ഒരു നാട്ടിലേക്ക് യാത്ര പോവാണ്. ആ നാട്ടിലെത്തിയപ്പോൾ അവർ തീരെ പരിഗണിക്കുന്നില്ലേ സ്വഹാബത്തിന്, വേണ്ട ഒരു ഉപകാരം ചെയ്തു കൊടുക്കണില്ല. അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ നാട്ടിലെ ഒരാൾ ഓടി വരുന്നത്. നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? ഞങ്ങളുടെ ഗ്രാമമുഖ്യന് വിഷമേറ്റിട്ടുണ്ട്, പാമ്പ് കടിയോ അല്ലെങ്കിൽ തേള് കടിയോ തേളിൻ്റെ കൊത്ത് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ മന്ത്രിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, 100 ആടിനെ തരണം. എത്ര ആട്? നമ്മുടെ ഉസ്താദ്മാരൊക്കെ 100 ആട് ചോദിക്കണ്ടേ? 100 ആടിന് എത്രയാണ് ഇന്നത്തെ കാലത്ത് വില? 3 ലക്ഷം. 100 ആടിന് എത്ര വരും? 10 ലക്ഷം വരും അല്ലേ? അങ്ങനെയല്ലേ? 10 ലക്ഷം വരും അല്ലേ? ഒരാടിന് 10,000 വെച്ച് ഏറ്റവും ചുരുങ്ങിയത് കൂടിക്കഴിഞ്ഞാൽ 100 ആടിന് 10 ലക്ഷം വരും. അപ്പോൾ ഒന്ന് മന്ത്രിക്കാൻ 10 ലക്ഷം ചോദിച്ച് എങ്ങനെ ഉണ്ടാവും? 10 ലക്ഷം വേണ്ട, ഒരു മൊയിലാരി വന്നിട്ട് മന്ത്രിക്കാം, ഒരു 1000 തന്നെന്ന് പറഞ്ഞാൽ മൊയിലാരി ഞങ്ങളുടെ തീറ്റയും തിന്നിട്ട് മന്ത്രിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ എടുക്കണ പണിക്കാൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മന്ത്രിച്ചോളെ പോരായിരുന്നോ? മൂപ്പര് എടുക്കുന്ന ജോലിക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്താ? ഏതെങ്കിലും ഒരു ഉസ്താദ് ഇങ്ങനെ ചോദിക്കുമോ? തമാശ പറഞ്ഞാണ്. ഒരു ഉസ്താദും ചോദിക്കൂല. ഇനി ചോദിച്ചാൽ പോലും തെറ്റില്ല എന്നാണ് ഈ ഹദീസിലുള്ളത്. മനസ്സിലായോ? ആ സ്വഹാബി ചോദിക്കുന്നത് 100 ആടാണ്. സമ്മതിച്ചു, എന്തും തരാം. സ്വഹാബി ചെന്നു, നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോൾ തന്നെ വിഷം ഇറങ്ങിപ്പോയി. നമ്മുടെ വായല്ലല്ലോ, സ്വഹാബത്തിൻ്റേതല്ലേ. അങ്ങനെ 100 ആടിനെ കിട്ടി. 100 ആടും കൊണ്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരികയാണ്. പേടിയാണ്. നബിതങ്ങൾ എന്ത് പറയുന്നുള്ളൊരു പേടി. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ മന്ത്രിച്ചോ? എന്താണ് മന്ത്രിച്ചത്? ഫാത്തിഹ നബിയെ, നല്ല മന്ത്രം. നബിതങ്ങൾ പറയാൻ നല്ല മന്ത്രം. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്താ കിട്ടിയത്? നബിയെ 100 ആട് കിട്ടി. വളരിബൂലി ബിസഹമിൻ, അതിൽ നിന്ന് ഒരു ഷെയർ എനിക്ക് തരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പം മന്ത്രിച്ചിട്ട് പൈസ വാങ്ങിയെന്നും അത്രല്ല, ആ വാങ്ങിയതിൽ നിന്ന് ഷെയർ ചോദിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബിതങ്ങൾ ചോദിച്ചത് റസൂലുള്ളാഹിക്ക് എടുക്കാനല്ല, അപ്പം തന്നെ അതിൻ്റെ ആവശ്യക്കാർ പാവപ്പെട്ട ആളുകൾ വന്ന നബിതങ്ങൾ അങ്ങ് കൊടുക്കും. അപ്പോൾ ഇത് പഠിപ്പിച്ചെന്തിനാ? മന്ത്രിച്ചാൽ പൈസ വാങ്ങാമെന്നതിന് കൂടെ തെളിവാണ്. അപ്പം ഞാൻ പറഞ്ഞൊന്ന വിഷയം അതല്ല, ഫാത്തിഹ വിഷം ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഓതി എത്രത്തോളം ഈമാനുണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഫാത്തിഹ കൂടെ ഓതുക, വിഷം ഇറങ്ങിപ്പോകാൻ ഉപകാരമാണ്. 14ാമത്തേത്, വീട്ടിൽ വലിയ മാരക രോഗം അല്ലെങ്കിൽ എന്ത് രോഗമായിക്കോട്ടെ, രോഗിയുണ്ടെങ്കിൽ ഒരു 41 ദിവസം, ഓരോ ദിവസവും 41 തവണ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. വെള്ളത്തിൽ മന്ത്രിക്കുക, ശരീരത്തിലൊക്കെ മന്ത്രിച്ചു കൊടുക്കുക. രോഗം സുഖപ്പെടുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. 15ാമത്തേത്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല, ഒരു 313 ഫാത്തിഹ നേർച്ചയാക്കി ഓതിക്കോ, അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരും. 16ാമത്തേത്, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു 40 ഫാത്തിഹ നിങ്ങൾ കൃത്യമായി പതിവായി ഓതിയാൽ നടക്കൂല എന്ന് നിങ്ങൾ വിചാരിച്ച സംഗതി അള്ളാഹു നടത്തിത്തരും. മനസ്സിലായോ? ഇനി 17ാമത്തേത്, നിങ്ങളുടെ മക്കൾക്ക് ഓർമ്മശക്തിയില്ല, ഭയങ്കര സങ്കടമാണ് ഉസ്താദെ, പഠിച്ചതൊന്നും തലയിൽ കയറണില്ല എന്നാണ്. 7 ദിവസം ഓരോ ദിവസവും 7 ഫാത്തിഹ ഓതി വെള്ളത്തിൽ ഓതിയിട്ട് എന്ത് ചെയ്യുക? മന്ത്രിച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു നോക്കിയാൽ. അങ്ങനെ 7 ദിവസം ഇടയ്ക്കിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഓർമ്മശക്തി ഭംഗിയായി ഇമ്പ്രൂവായി വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ ചില ആളുകൾ 19ാമത്തെ എന്താ, ഒരു കുടുക്കിൽപ്പെട്ട ആളുകളുണ്ടാവും. കടക്കണിയാണ്, ജപ്തിയുടെ വക്കീലാണ്, അല്ലെങ്കിൽ ജയിലിലാണ്, അങ്ങനെയൊക്കെ പെട്ടുപോയ ആളുകളുണ്ട്. നിങ്ങൾ തഹജ്ജുദിൻ്റെ സമയത്ത് ഡെയിലി 40 ഫാത്തിഹ ഓതിക്കോ.
നിങ്ങളുടെ കുടുക്കിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഉയർത്തിയെടുക്കുന്നതാണ്. ഓക്കെ, 20-ാമത്തേത്, എത്ര വലിയ ക്ഷീണവും ടെൻഷനും ഉണ്ടോ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പതിവാക്കിക്കോ. ഞാൻ ഈ പറഞ്ഞ ബോധ്യത്തിൽ എത്ര വലിയ ടെൻഷനും അള്ളാഹു നീക്കി തരുന്നതാണ്. അതുപോലെ തന്നെ 21-ാമത്തേത്, നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഏതൊരു വിഷയം തുടങ്ങുമ്പോഴും നിങ്ങൾ ഫാത്തിഹ ഓതി തുടങ്ങുക. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു കട തുടങ്ങാണ്, കച്ചവടം തുടങ്ങാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാണ്, നിങ്ങൾ അൽ ഫാത്തിഹ വിളിച്ച് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഒക്കെ ഗുണമാണ് അൽ ഫാത്തിഹ. അപ്പോൾ നമ്മളൊരു കാര്യം ഡെയിലി ഇപ്പോൾ അടുക്കളപ്പണി നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ അൽ ഫാത്തിഹ വിളിച്ചങ്ങ് തുടങ്ങിക്കോ, ഏത് കാര്യത്തിലും ബറക്കത്താണ്. ഇനി 22-ാമത്തേത്, നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതി തുടങ്ങിയാൽ യാത്ര എന്തിനാണോ പോകുന്നത് അള്ളാഹു അത് പൂർത്തീകരിച്ച് തരും, പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും. 23-ാമത്തേത്, മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താൽ ഫാത്തിഹ ഓതി ഇടയ്ക്കിടയ്ക്ക് ഹദിയ ചെയ്യുക ഇല്ലേ? നമ്മളിപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കൾക്കൊക്കെ ഇടയ്ക്കത് ഹദിയ ചെയ്യണം കേട്ടോ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും മോദൂകിൽ അവരെ ദുആഉം ബറക്കത്തുമുണ്ടാമേ. ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ അവരുടെ കാവൽ നമുക്കുണ്ടാവും. അപ്പോൾ ഡെയിലി ഒരു ഫാത്തിഹ ഓതാൻ മറക്കരുത്. പിന്നെ 24-ാമത്തേത്, സിഹർ, കണ്ണേറ്, ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ 41 ദിവസം 41 ഫാത്തിഹ ഓരോ ദിവസവും ഊതി വെള്ളത്തിൽ മന്ത്രിച്ച് ശരീരത്തിൽ പുരട്ടുക, അതുപോലെ തന്നെ കുടിക്കുക. പിന്നെ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അല്പം കുളിക്കുന്ന സമയത്തൊക്കെ അത് ഉപയോഗിച്ചാൽ സിഹറും കണ്ണീറും ഒക്കെ മാറിപ്പോകുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. 25-ാമത്തേത്, മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു 3 ഫാത്തിഹ പതിവായി ഓതിയാൽ അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും. 26-ാമത്തേത്, ഉറങ്ങുന്നതിന് മുൻപ് ഓതിക്കഴിഞ്ഞാൽ മലക്കുകളുടെ കാവൽ, ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ മലക്കുകളുടെ കാവൽ കിട്ടും. ഇതിലൊക്കെ അപ്പുറം നമുക്ക് എന്താ വേണ്ടേ? അപ്പോൾ വമ്പൻ സാധനമാണ് ഈ ഫാത്തിഹ എന്ന് പറയുന്നത് അല്ലേ? അല്ലാഹു വേണ്ടതുപോലെ ഉൾക്കൊണ്ട് കൃത്യമായി പറഞ്ഞ ബോധ്യത്തിൽ മുത്തറസൂലിൻ്റെ മദ്ഹാണെന്ന് തിരിച്ചറിഞ്ഞ് അത് വിശദീകരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ പറയുന്നില്ല, അത് സൂഫിയാക്കളായ മഹാരഥന്മാരിലൂടെ പകർന്നു കിട്ടിയ ഇൽമ് നമുക്ക് മറ്റൊരവസരത്തിൽ വിശദീകരിക്കണം. കാരണം എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു സമയത്ത് അങ്ങനെ പങ്കെടുക്കുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പറയണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഇന്നത്തെ 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സ്വഹാബി മന്ത്രിച്ചപ്പോൾ വിഷം ഇറങ്ങിപ്പോയി എന്നല്ലേ ഫാത്തിഹ ഓതിയപ്പോൾ. ഏതാണ് ആ സ്വഹാബി? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ സഹായം ചെയ്യണം കേട്ടോ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഈ പുണ്യ റബീഉൽ അവ്വൽ മുത്തുനബിയുടെ പേരിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ കൊടുക്കുക? നമ്മുടെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കൂലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തവും തിരുനോട്ടവും തരണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. മക്കളെയും ഇണകളെയും നന്നാക്കണയല്ല. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല. കരുണക്കടലായ റബ്ബെ, ഒരുപാട് അസുഖബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട്. പരിപൂർണ്ണ ശിഫ നൽകണയല്ല. പടച്ചവനെ, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തരണയല്ല. വീടില്ലാത്തവരുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്, എളുപ്പമാക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരൊക്കെയുണ്ടോ പുറത്തു കൊടുക്കണയല്ല. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണയല്ല. അവരുടെ മനസ്സിലുള്ളതൊക്കെ നീ നടത്തി കൊടുക്കണയല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. മുത്ത് നബിയോടൊപ്പം ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.